മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മുൻ SFIക്കാരും ഡിവൈഎഫ്ഐക്കാരും. സർക്കാർ അഭിഭാഷകരായി നിയമിച്ചവരിൽ മുൻ ABVP നേതാവ് വരെയുണ്ട്. അസാധാരണമായ വിവാദമാണ് UDF സർക്കാരിൻ്റെ തുടക്കകാലത്തെ നിയമനങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നത്. നിരന്തരം മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനത്തിനായി നിരവധി ശുപാർശകളാണ് KPCCക്ക് കിട്ടുന്നത്. ഇത് കൃത്യമായി പരിശോധിക്കാനോ മാനദണ്ഡങ്ങൾ നൽകാനോ സംവിധാനങ്ങളില്ല. 21 സ്റ്റാഫുകളെ വരെ നിയമിക്കാവുന്ന ഇടത്ത് പല മന്ത്രിമാരും 5-ൽ താഴെ പേരെ മാത്രമാണ് നിയമിച്ചത്. ഒടുവിൽ ഉയർന്ന 2 വിവാദങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം ലോ കോളേജിലെ SFI നേതാവായിരുന്ന ജയോള ജെയിംസിനെ സർക്കാർ അഭിഭാഷകയായി നിയമിച്ചതിനെ തുല്യമാണ്. തൃശൂരിൽ ABVP നേതാവായിരുന്ന DS ശരത്തിനെ സീനിയർ പ്ലീഡറാക്കിയതും വിവാദത്തിലാണ്. മന്ത്രി KA തുളസിയുടെ ഡ്രൈവറായി നിയമിച്ചത് മുൻ DYFI പ്രവർത്തകനാണെന്ന് ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. എന്നാൽ ഇയാൾ മുമ്പ് കോൺഗ്രസ് MPമാരോടൊപ്പം പ്രവർത്തിച്ചിരുന്നു എന്നാണ് മന്ത്രിയുടെ വാദം. തർക്കം പരിഹരിക്കാൻ ഇടപെടേണ്ട KPCC ആവട്ടെ നോക്കുകുത്തിയാവുകയാണ്. KPCC പ്രസിഡന്റും 2 വർക്കിംഗ് പ്രസിഡന്റുമാരും ഇപ്പോൾ മന്ത്രിമാരാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും മന്ത്രിസഭയുടെ ഭാഗമാണ്. തർക്കം പരിഹരിക്കേണ്ടവർ വിവാദത്തിൽ കക്ഷികളായതോടെ അസാധാരണ സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിൽ പുതിയൊരു അപ്ഡേറ്റ് കൂടി വരുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് AICCക്കടക്കം ഈ മന്ത്രിയുടെ ഡ്രൈവർ നിയമനത്തിൽ പരാതി നൽകാനുള്ള നീക്കം ആരംഭിച്ചു എന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, പ്ലീഡർ നിയമനങ്ങൾ ഉയരുന്ന വിമർശനം പരിശോധിക്കപ്പെടണമെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പറയുന്നു. പാർട്ടി തലത്തിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉയരുന്ന വിവാദങ്ങൾ പാർട്ടിയുടെ മനോവീര്യം തകർക്കുമെന്നും അദ്ദേഹം ന്യൂസ് 8ൻ്റെ പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. കേരളത്തിലെ ഒത്തിരി നിയമനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി നിയമനങ്ങൾ വന്നതിൽ വളരെ അപൂർവമായ പരാതികൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഗൗരവമുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ UDFൽ അങ്ങനെ ഒരു പാർട്ടി നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു സമിതിയോ പ്രത്യേകമായ ഒരു ഉന്നത ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു സംവിധാനം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പൂർണ്ണതയിൽ എത്തുകയും അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും അത്തരം പരാതികൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത് ഒരു 10 വർഷക്കാലം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന വെള്ളംകോരികളും വരകുട്ടികരുമായി നിന്ന് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കൂ എന്നുള്ളത് യാഥാർത്ഥ്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള നിരന്തരമായ ആരോപണങ്ങൾ വരുന്നത് പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുകയും പാർട്ടി പ്രതീക്ഷയോടുകൂടി വന്നിട്ടുള്ള ഈ നിയമനങ്ങൾ അല്ലെങ്കിൽ ഈ നിയമനങ്ങൾ പ്രതീക്ഷയോട് വന്നിട്ടുള്ള ഭരണത്തിൻ്റെ ഒരു ഉത്സവഛായ പാർട്ടി പ്രവർത്തകരുടെ ഇടയിലെ മനസ്സുകളിൽ നിന്നും ഇല്ലാതെയായി പോകുമെന്ന് വ്യാകുലപ്പെടുന്ന ഒരാളാണ് ഞാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.